ഇത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഈ തെയ്യം അനുഷ്ഠിക്കൽ. ഇത് ഒരു റിച്വൽ ആർട്ട് മാത്രമല്ല, ഇത് നമ്മളെ ജീവൻ തന്നെയാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തെയ്യം കെട്ടി അതിൻ്റെ ചോറ് നിന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു തെയ്യം കാണുമ്പോൾ പറയും അതിൻ്റെ കഥ അറിഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞു, എന്നാൽ നമുക്കത് ആ തെയ്യം കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. അനുഷ്ഠാനപരമായിട്ടും അടുക്കും ചിട്ടകളും പിന്നെ ഒരുപാട് കർമ്മങ്ങളുണ്ട്, എല്ലാം കൂടിച്ചേർന്നൊരു സംഭവമാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. ഓരോരോ തെയ്യത്തിനും ഓരോരോ ഭംഗിയുണ്ട്, ഓരോരോ കഥകളുണ്ട്, ഓരോരോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു തെയ്യം കെട്ടുന്നുണ്ടെങ്കിൽ സാധാരണ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന പോലെ ഒന്നല്ല, നമുക്ക് ഇതിനു മുമ്പേ ഒരു പൂജകളും പ്രാർത്ഥനകളും എത്രയോ ദിവസത്തിൻ്റെ ഒരു തപസ് തന്നെ പറയാം ഒരു തെയ്യം കഴിക്കുന്നത്. ഈ കോലങ്ങൾ കെട്ടുന്നവരെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മളെ എടുക്കുന്ന അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവരെല്ലാ തെയ്യങ്ങളും കെട്ടാറുള്ളത്. മുന്നേ വരുന്നത് അച്ഛനാണെങ്കിൽ അത് അച്ഛൻ്റെ കാലശേഷം അവരെ മകനോ അല്ലെങ്കിൽ അവരെ മരുമക്കളോ മകൻ്റെ മകനോ അങ്ങനെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടയാളം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. കോലധാരി അന്ന് മുതൽ 41 ദിവസത്തെ വ്രതം എടുത്ത് സ്വയം ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുകയും ചമയങ്ങളും വേഷങ്ങളും അതിന് വേണ്ടുന്ന തോറ്റം പാട്ടുകളും എല്ലാം ഈ തെയ്യത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു ക്ഷേത്രത്തിലെത്തിയ ദൈവത്തിനെ ശിരസിൽ അണിയാൻ പോകുമ്പോൾ എല്ലാവരുമായി പ്രാർത്ഥിച്ച് എല്ലാവരെയും കാല് തൊട്ട് വന്നിച്ച് തോറ്റം പാടി വരവിളിച്ച്, അപ്പോൾ അതിൻ്റെ ഓരോരോ കർമ്മക്രമങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ദൈവത്തിനെ ആവാഹിച്ചെടുക്കല. തുലാമാസം മുതൽ മേടമാസം വരെ തെയ്യം, അതായത് നവംബർ മുതൽ ജൂൺ മെയ് ലാസ്റ്റ് അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് തെയ്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കുറച്ച് 6 മാസമുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ തെയ്യക്കാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തെയ്യത്തിൻ്റെ ചമയങ്ങൾ നന്നാക്കാനും വായിക്കാനുള്ള എടുക്കുന്ന കാലയളവ് അത്. പൂർവികന്മാർ തന്ന കഴിവും നമ്മുടെ ഉള്ളിലും ഒരു സത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 90% നമ്മൾ ആയിത്തീരുന്നു. ഒരു 10% നമ്മൾ പരിശീലിക്കുന്നത്. അതായത് തോറ്റങ്ങളായാലും മന്ത്രങ്ങളായാലും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠനം ചെയ്യും, പരിശീലിക്കും. പിന്നെ കലാശങ്ങളെല്ലാം നമ്മൾ ഒന്ന് പരിശീലനം നടത്തും. അപ്പം നമ്മൾ പഠിക്കുകയും ചെയ്യും, അതേപോലെ അത് അവിടെ വന്നിട്ട് നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നില്ല. അത് പകുതി ദൈവമായി പകുതി ഞങ്ങളായിരിക്കും. താൻ പാതി ദൈവം പാതി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പുരോഹിതന കാലത്ത് നിന്ന് ഈ ആധുനിക കാലത്ത് ചുറ്റുവട്ടം മൊത്തം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ തെയ്യത്തിൻ്റെ ആഭരണത്തിന് ഉപയോഗിച്ചത് പല മരത്തിൻ്റെതും ചെടികളതും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോരോ ആഭരണങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നത്തെ ഈ കാലത്ത് നമ്മളെപ്പോലത്തെ ഈ ജനറേഷന് പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ കാട് കയറിയും മരം വെട്ടിയിട്ടൊന്നും ചെയ്യാൻ ടൈമില്ല. പണ്ടത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ഈ തെയ്യം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ തലമുറകൾ അങ്ങനെയല്ല. അവർ വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം നോളേജ് ഉണ്ട്, ഫുൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ പാരമ്പര്യ കർമ്മവും അവരെ ജീവിത ലക്ഷ്യവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇന്നീ കാലഘട്ടത്തിലുള്ളത്. കൈതച്ചാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കോഴിനെ കടിച്ച് തിന്നേണ്ട ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴിനെ തെച്ചും തിന്ന് കുടൽമായ അടക്കം ഫുൾ തിന്നിച്ച് പച്ച മനുഷ്യനാണെങ്കിൽ അങ്ങനെ കഴിക്കൂല. പക്ഷെ ദൈവിക ശക്തി ആ ഒരു മനുഷ്യൻ്റെ അകത്തുള്ളതുകൊണ്ടല്ലേ ആ കോഴിനെ ഫുള്ളായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നത്. ചടങ്ങിനിടയിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നൊരാൾക്കാർ യൂസ് ഒരു വേർഡ് ഉണ്ട്, ട്രാൻസ് എന്ന് പറഞ്ഞിട്ട്. വേണമെങ്കിൽ നമുക്കത് ട്രാൻസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മൈൻഡ് ഒരു ഡൈവേർട്ട് ചെയ്യുന്നൊരു, നമുക്ക് നമ്മളെ തന്നെ ആ ടൈം മനസ്സിലാവില്ല. രാവിലെ കെട്ടിയ തെയ്യം രാത്രിയാകുമ്പോൾ കഴിയുന്നു. അതിലൊരു ദൈവശക്തിയിലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക? ഇല്ല, പറ്റൂല. ദൈവത്തിൻ്റെ ഒരു അംശം കാര്യങ്ങൾ അതിൽ എന്തായാലും ഉണ്ടാവും. നമുക്കെന്താ തോന്നുന്നു നമുക്ക് അന്നേരം പറയാൻ കഴിയില്ല. ഇന്നത്തെ ഈ ആധുനിക കാലത്ത് തെയ്യം മലബാർ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ മറ്റേ ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതുവഴി കുറേ ആൾക്കാർ, പുറമുള്ള ആൾക്കാരും പുറം രാജ്യക്കാരും എല്ലാവരും തെയ്യം കാണാൻ തുടങ്ങി. പുറത്തുള്ള ഒരു അഭിനയ കല എന്ന് വിളിക്കുമ്പോൾ അവർ ശരിക്കും തെയ്യത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പം കാണുന്നില്ലേ, ഓരിപ്പം കേരളത്തിന് പുറത്തുള്ളവർ ഇതൊന്നും സംഭവം തന്നെ അവർക്കറിയില്ല. അത് നേരിട്ട് വന്ന് ആസ്വദിച്ചാലേ ആ സംഭവം കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് തിരിയും. എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, വർഷങ്ങളായിട്ട് ഫാമിലിപരമായിട്ട് ബന്ധമുള്ള ആൾക്കാർ. പക്ഷെ അവർ നമ്മളെ ക്ഷേത്രത്തിലായാലും ശരി എവിടെയാലും ശരി ഒരു കോലം ധരിച്ച് വന്നാൽ മാത്രമേ നമുക്കതൊരു മാതാവിൻ്റെയോ അല്ലെങ്കിൽ ദേവൻ്റെയോ ഒരു പ്രതീകമായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവർ മനുഷ്യർ തന്നെയാണ്.
പണ്ട് കാലങ്ങളിൽ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്ന സമയത്ത് ലോ കാസ്റ്റിൽപ്പെട്ടവർ ഈ കമ്മ്യൂണിറ്റിക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ലാംഗ്വേജസ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പണ്ട് കാലങ്ങളിൽ. ഈ ദൈവം എന്ന് പറയുന്ന വാക്ക് പരിണമിച്ചു വന്നതാണ് ഈ തെയ്യം. ഈ കോലം കെട്ടിക്കഴിഞ്ഞാൽ കെട്ടുന്ന ആൾക്കാർ സാധാ മനുഷ്യനാണ്. നമ്മളെ സങ്കല്പത്തിൽ നമ്മളെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഉടയാഭരണങ്ങളും അതിൻ്റെ തലമുടികളും ഇതൊക്കെ കെട്ടി ആ കോലം കെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ പരദേവതയമ്മ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെയാണ് നമ്മളെ മനസ്സിലേക്കുള്ളത്. നമ്മളേതായുള്ള എല്ലാ സങ്കടങ്ങളും ഉണർത്തിക്കുമ്പോൾ അവർ തരുന്ന ഒരു അനുഗ്രഹം, അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതൊരു കടല് പോലെ എരമ്പി വന്നിട്ടുള്ള ഇതിന് നമുക്കത് കിട്ടിക്കയറ്റുമ്പോൾ അത് വളരെ ശാന്തമായ രീതിയിൽ മനസ്സും കൊണ്ട് മടങ്ങലാണ് ഭക്തർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ദൈവികമായിട്ടുള്ളതല്ലാണ്ട് വേറെ ഒന്നായിട്ട് കാണാൻ നമുക്ക് പറ്റും.